നമസ്കാരം എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു തനി നാടൻ കൊഞ്ച് ഫ്രൈ ആണ്. കൊഞ്ച് ഫ്രൈ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കാറുണ്ട്. പക്ഷേ ഇനി ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. സിമ്പിൾ, ഹമ്പിൾ, പക്ഷേ പവർഫുൾ. പ്രിപ്പറേഷനിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട് എൻ്റെ വക. എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സപ്പോർട്ട്, കമൻസിനൊക്കെ ഒരുപാട് നന്ദി. ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ കൊഞ്ച് ഫ്രൈക്ക് ആവശ്യമായ കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇതൊരു 300 ഗ്രാമോളമുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമൽ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഇത് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ ലൈം ജ്യൂസോ നമുക്ക് ആഡ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. നമുക്കിത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ഇത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 10-12 ചുമന്നുള്ളിയാണ്, ഒരു 2 പച്ചമുളക്, ഒരു തക്കാളിയുടെ ഒരു 1/4 ഭാഗം നമുക്ക് എടുക്കാം. നമുക്കിനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്കിനി ചുമന്നുള്ളി വീട്ടിലില്ല എങ്കിൽ ഒരു സവാള യൂസ് ചെയ്താലും കുഴപ്പമില്ല. എപ്പോഴും രുചി ചെറിയ ഉള്ളിയിൽ ചെയ്യുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും മറക്കണ്ട. ചൂടായ ഒരു പാനിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം, അത് പ്രശ്നമല്ല. നമുക്കിനി ഓരോ കൊഞ്ചായിട്ട് അതിലേക്ക് ഇങ്ങനെ പരത്തി ഫുള്ള് നമ്മുടെ പാനിലേക്കാക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയാണ്. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മളുടെ കൊഞ്ചിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇടുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, പിന്നീട് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി. തീ ഒരുപാട് കൂട്ടി വെക്കണ്ട, അതൊരു മീഡിയത്തിലും കുറച്ചൊന്ന് കുറഞ്ഞിരുന്നാൽ മതി. പെട്ടെന്ന് തീ ഉണ്ടെങ്കിൽ അടിഭാഗം അങ്ങ് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അതിനുശേഷം നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്തിരി കൂടുതൽ ആഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. നമ്മുടെ പാൻ ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഞാൻ ഈ 3-4 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, കൊഞ്ചിൽ നിന്നിറങ്ങിയ വെള്ളമാണിത്. ഇങ്ങനെ വെള്ളം വന്നതിന് ശേഷം നമ്മൾ പിന്നീട് നമ്മുടെ കൊഞ്ച് ഫ്രൈയുടെ പാൻ അടച്ചു വെക്കേണ്ട കാര്യമില്ല. ഇനി തീ ഒരല്പം നമുക്ക് കൂട്ടിയിട്ട് ഈ കൊഞ്ച് ഫുള്ളൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ആയി കഴിയുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ വാട്ടറെല്ലാം ഒന്ന് ചോവിന് വന്നിട്ട് വീണ്ടും അത് കുക്കാവാൻ തുടങ്ങും. ഇനി നമുക്ക് ഒരു മീഡിയം തീയിലിട്ടിട്ട് ചെറുതായിട്ട് ഈ വെള്ളം വറ്റുമ്പോൾ അതനുസരിച്ച് ഇത് ഫ്രൈ ആയി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, വെള്ളമൊക്കെ ശരിക്ക് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എണ്ണ ഇനി ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും. നമ്മുടെ കൊഞ്ചിങ്ങനെ വെളിച്ചെണ്ണയിലും കറിവേപ്പിലയിലും ആ ചുമന്നുള്ളിയിലൊക്കെ പൊതിഞ്ഞിട്ട് ഒരു നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് ടൈം എന്തായാലും നിങ്ങൾ ഈ ടൈപ്പിലൊന്ന് കൊഞ്ച് ഫ്രൈ പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ കൊഞ്ച് ഫ്രൈ ഏതാണ്ട് റെഡിയായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഫുൾ വെള്ളവും വറ്റി എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വന്നതും നമ്മുടെ കൊഞ്ചിലേക്ക് പിടിച്ച് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കളറും കറിവേപ്പിലയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കിടന്നിട്ട്. കറിവേപ്പിലയെ നല്ല മൊരിഞ്ഞ് വരുമ്പോഴാണ് അത് ശരിക്കും നമ്മുടെ കൊഞ്ച് ഫ്രൈ കറക്റ്റായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. ഞാൻ ഇതിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.